ഹിറ്റായി മാറിയ കമ്പിളിപ്പുതുപ്പ് കമ്പിളിപ്പുതുപ്പ് എന്ന സിനിമയുടെ 100ാം ദിനാഘോഷങ്ങൾ തുടരുകയാണ്. ഇനി അടുത്തതായി ഈ സിനിമയുടെ നിർമ്മാതാവ് പ്രിയപ്പെട്ട നന്ദകിഷോർ സർ ആശംസകൾ അറിയിക്കുന്നതിനായി പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സാറിനെ ക്ഷണിക്കുന്നു. സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ വിജയം. സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമന്റോ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും. അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നത്. എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വന്നു. ഞാൻ ഇന്ന് ഇതിവിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ 4 ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാന്യുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയ്യടി. ഇനി ഈ സിനിമയിലെ നായകൻ യുവതരംഗം ആഘോഷ് മേനോനെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സിനിമയും അവാർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെക്കുറിച്ചും എൻ്റെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോ നാഷണൽ അവാർഡിന് ഭാരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഭരത് ഗോപി, ഭരത് മമ്മൂട്ടി, ഭരത് മോഹൻലാൽ, ഭരത് ചന്ദ്രൻ, അതുപോലെ തന്നെ എൻ്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം. ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഭരത് ആഘോഷ് മേനോൻ. പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ട്രിപ്പിൾ റോൾ. ആ ഒരു സന്തോഷ വാർത്തയെ ഞാൻ ഇന്നിവിടെ സാറിന്റെ അനുഭവത്തോടുകൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കൈയടി. ഇനി മാറ്റാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ സാർ? അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് എളിമയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ. താങ്ക് യു, താങ്ക് യു. ലവ് യു, ലവ് യു ഓൾ. ഫോർമൽ ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. താങ്ക് യു. സാർ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. സാറിന് എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ 3 ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ എൻ്റെ ലെവൽ മാറും. സാറിൻ്റെ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാം. വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാമല്ലോ. അല്ല, വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ആണോ? അതെ. എന്നായിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? ചെറുതായിട്ടൊരു ഡ്രിങ്ക്സ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹേയ്, SRK ടീം വെയിറ്റിംഗ്. ഷാറൂഖ് ഖാന്റെ അവരുടെ അടുത്ത സിനിമ മലയാളത്തില് ഞാനാണ് നായകൻ. മേമന ഇല്ലത്തെ നമ്പൂരി, അതാണ് സിനിമയുടെ പേര്. അപ്പൊ അതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഡിന്നറിനൊക്കെ ആയിട്ട് അവർ മെറിഡിയനിൽ വെയിറ്റ് ചെയ്യാം. പോയില്ലെങ്കിൽ ഷാറൂഖ് പടങ്ങുപോയി. സോ യു ഗൈസ് ക്യാരി ഓൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വീട്ടിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോട്ടെ മോനെ. ശരി, ഒന്ന് വേഗം വണ്ടി എടുക്കാൻ പറയട്ടെ സാർ. ഈ ഷാറൂഖ് ഖാനൊന്നും വേറെ ഒരു പണിയില്ലേ? മേമനയില്ലത്തെ നമ്പൂരിയ തള്ളായിരിക്കും. നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അതാ നല്ലത്.
കുറെ നാൾ കൂടിയിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നത്. അപ്പൊ ഇന്ന് കമ്പിളി പുതുപ്പിന്റെ പേരിലടിക്കാം. കമ്പിളിപ്പുതപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു, ഇവന് കിട്ടാതെ കാശും കിട്ടും. പ്രകാശം പറഞ്ഞ പോലെ മോഹന് കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ നമുക്ക് അടിക്കാം. അതന്നെ. എന്റെ പൊന്ന് രവിയേട്ട അതൊന്ന് കിട്ടട്ടെ, എന്നിട്ട് പോരെ. ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ സിനിമാ നിർമ്മാണം ദാ ഇതോടെ ഞാൻ നിർത്തി. ഞാനും നടിക്കാം. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടുമായിട്ടൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് പറ. യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകണം. ദൂരെ, അങ്ങ് ഒരുപാട് ദൂരെ, ഈ മഞ്ഞും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത്. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് അത്. നീയും പറഞ്ഞു വരുമോ? അച്ഛനടിച്ച ബ്രാൻഡ് ഏതാന്നായിരിക്കും കൃഷ്ണനുണ്ണി ഇപ്പൊ ആലോചിക്കുന്നത്. അച്ഛൻ നല്ല ഫിറ്റാ. നീ പോയോ? ദൂരെ ദൂരെ ദൂരത്തായി നമ്മൾ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ചാരേയല്ലേ. ഞാൻ ഇറങ്ങാണേ. ഇത് ആരുടെ വണ്ടിയാണോ? അവിടുത്തെ എങ്ങോട്ടാ പൊതിയൊക്കെ ആയിട്ട്? ഓ, ഇത് ഇത്തിരി എണ്ണയും കുഴമ്പുവാടാ. അവനോട് പറഞ്ഞ എന്നും അങ്ങ് സിനിമയല്ലയോ. അങ്ങേർക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ലെന്നാ തോന്നുന്നത്. ഈ അറ്റാക്ക് അങ്ങനെ പൊടുന്നതിന് വരൂടാ. മുതുകുവേദനയും കൈതരിപ്പൊക്കെ നേരത്തെ അറിയുന്നല്ലേ? സാർ അത്യാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ അറിയാൻ ഒക്കത്തില്ല. എടാ ഞാൻ കഴിയണോ? ഓ വേണ്ട, നീ പോലും കഴിച്ചിട്ട് ഉറങ്ങി. അവന് ചോറെടുത്ത് വെക്ക്, ഞാൻ പോവാ. ആ താക്കോലിങ്ങളാ കഴുകിയിട്ടേക്കാം. ആ കൊച്ചിൻ്റെ കൂടെ ആരുണ്ട് ആശുപത്രിയില്? ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഏട്ടാ, ഏതോ ട്രൂപ്പിന്റെ ലെറ്റേഴ്സ് ഇൻവിറ്റേഷൻസ് ഒക്കെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. നീ വന്ന് കഴിക്കും. ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടൂടാ? ഇതിന് ഒരു 10-12 കിട്ടുമായിരിക്കും. ഒന്ന് കഴുകിയിട്ടേരാ. അത് ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്കുള്ളതുപോലെ അങ്ങ് പറഞ്ഞാലും. പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ. പ്രയാസം ഉണ്ടാക്കുന്നൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാർ, ഞാനൊരു വഴി പറയട്ടെ. ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോൾ തോന്നിയാ. ശ്രീയോട് പറഞ്ഞപ്പം നിങ്ങളോടെല്ലാവരോടും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയണു. അതായത് അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെ അറിയുന്നത്? റൂമിൽ TV അല്ലേ ഉള്ളത്, ന്യൂസിലൂടെ അറിയും. ആ TV കാണിക്കുന്ന ന്യൂസ് നമ്മളുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെ? മോഹൻ സാറിനാണ് അവാർഡ് എന്ന് പറയുന്ന പോലെ ഒരു ന്യൂസ്. അത് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ, എന്നിട്ടത് സാറിൻ്റെ റൂമിൽ TV കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയ. മണ്ടത്തരം പറയാതെ കൃഷ്ണനുണ്ണി, ഇതാണ് ഐഡിയ. ശരി, ഇനിയിപ്പോൾ അങ്ങനെ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അയാൾ അത് വിശ്വസിച്ചു എന്നും ഇരിക്കട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് സത്യം മനസ്സിലാക്കത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അല്ല, അപ്പോഴേക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ? എന്ന് പറഞ്ഞ അല്ല, ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം സാറേ, എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം. മതി. ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ്ട. എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും, എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം. പ്രകാശേട്ടാ, നാളെ കഴിഞ്ഞ് സർജറിയാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. സാറേ, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് സാറേ. എൻ്റെ കൂടെ ശ്രദ്ധ കുറവാണ്. മോഹൻ സാർ സന്തോഷമായിട്ട് ഓപ്പറേഷൻ പോട്ടെ. ബാക്കിയെല്ലാം നമുക്ക് വഴി നടത്തി വെച്ച് കാണാം. സർ പ്ലീസ്.
അതെ, ചെയ്യേണ്ട കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ട സംഭവങ്ങളും എല്ലാം ഇതിലിരിക്കുന്നു. സ്റ്റുഡിയോ ഫ്ലോർ കുഴപ്പമില്ല, ക്യാമറ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ഒരാൾ, അത് പ്രത്യേകം മാർക്ക് ഉണ്ട് അവിടെ. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, അപ്പം ഇതായിരിക്കില്ലേ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സ്ക്രിപ്റ്റ്. പുതുമുഖമാണല്ലേ? ഇങ്ങനെ സ്പിൽബർഗ് വന്നേ. താങ്ക് യു. ഹലോ. ഹലോ, ആ ഞാൻ കൃഷ്ണനുണ്ണിയാണ്. ആ, എന്തായി കാര്യങ്ങൾ? ബ്രദറെ, വല്ലാത്തൊരു കുറ്റബോധം. ഒരാളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. കുറ്റബോധമൊന്നും വേണ്ട, ഉദ്ദേശം നല്ലതല്ലേ. ചെറിയൊരു തെറ്റുകൊണ്ട് മറ്റാർക്കെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ അതൊന്നും തെറ്റല്ലടോ. ശരിയെന്നാ, താൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുക. ഓ ശരി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ